പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, വാത്സല്യമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് സഭ മാറ്റിവെച്ചിരിക്കുന്ന ഒരു ദിനത്തിലാണ്. നമ്മുടെയൊക്കെ കൂടെ ആയിരുന്നവർ ഇന്ന് ഈ ലോകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പക്കലേക്ക് കടന്നുപോയി. ആ വ്യക്തിയെ ഓർത്തുകൊണ്ട്, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ദിവ്യബലിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സഭ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ദിനം മാറ്റിവെക്കുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, നാം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാൻ ഉള്ളവരാണ്. ഈ ലോക ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിതം നന്മയുടെ ജീവിതമാക്കുവാനും അങ്ങനെ ദൈവരാജ്യം സ്വർഗീയ ജെറുസലേം ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുവാനുമായിട്ടുള്ളതാണ്. ഈ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ അവർ ദൈവപിതാവിൻ്റെ പക്കലേക്ക്, ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് ആയിരിക്കണം എന്നുള്ളതാണ്. മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വയം പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളാണ് ഈ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുന്നത്. നമുക്കും ഒരു നിമിഷം നമ്മുടെ മരിച്ചുപോയ എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഏതെങ്കിലും വിധത്തിലുള്ള പാപങ്ങൾ ഇനിയും അവരുടെ ജീവിതത്തിൽ നിന്ന് ക്ഷമിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിലൂടെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഈ ആത്മാക്കൾക്ക് സാധിക്കട്ടെ എന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ വേർപാട്, അത് നമ്മളുമായി ഏറ്റവും കൂടുതൽ അടുത്ത് ആയിരിക്കുന്നവരുടെ വേർപാട് നമുക്ക് ദുഃഖകരമാണ്. പക്ഷേ നമ്മുടെയൊക്കെ ദുഃഖം മാറ്റുന്നത് ദൈവത്തിൻ്റെ അടുക്കലേക്കാണ് ഈ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എത്തിച്ചേരുന്നത് എന്നുള്ള ആ പ്രത്യാശയിലാണ്, ആ വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഈ ദുഃഖങ്ങൾ സന്തോഷമായി തീരണം. നമുക്കും ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
നമ്മുടെയൊക്കെ ബന്ധുക്കൾ അവരുടെ ആത്മാക്കൾ ദൈവസന്നിധിയിൽ ആയിരിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ആരുമില്ലാത്ത എല്ലാ ആത്മാക്കൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ നിന്ന് മരിച്ചുപോയ എല്ലാ വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ആത്മാക്കളെയും ഓർത്തുകൊണ്ട് നമുക്ക് പരേതർക്ക് വേണ്ടിയുള്ള ഒപ്പീസ് ചൊല്ലാം. കർത്താവേ, തകർക്കപ്പെട്ട എൻ്റെ അസ്ഥിപഞ്ജരം സന്തോഷത്താൽ പുളകമടിയും. ദൈവമേ, അങ്ങയുടെ കാരണത്തിനൊത്ത വിധം എൻ്റെ മേൽ കൃപയുണ്ടാകണമേ. അങ്ങയുടെ കൃപാതിരത്താൽ എൻ്റെ അകൃത്യങ്ങളെ മായ്ച്ചു കളയണമേ. എൻ്റെ കുറ്റങ്ങൾ എന്നിൽ നിന്ന് നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ അകൃത്യങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം സദാ എൻ്റെ മുമ്പിലുണ്ട്. കർത്താവേ, അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മ ചെയ്തു പോയി. അങ്ങയുടെ വിധി നീതിയുക്തമാണ്. എന്നെ ശിക്ഷിക്കുമ്പോൾ അങ്ങ് തികച്ചും നീതിമാൻ തന്നെ. ഇതാ, അകൃത്യത്തിൽ ഞാൻ ജനിച്ചു, പാപത്തിൽ അങ്ങ് എന്നെ ഗർഭം ധരിച്ചു. ഹൃദയപരമാർത്ഥത്തിൽ അങ്ങ് സന്തോഷിക്കുന്നു. എൻ്റെ അന്തരംഗത്തെ അങ്ങ് ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഹിസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകിയാലും ഞാൻ മഞ്ഞുകട്ടയേക്കാൾ വെണ്മയുള്ളവനാകും. ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സ്വരം എന്നെ കേൾപ്പിച്ചാലും തകർക്കപ്പെട്ട അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിക്കണമേ. എൻ്റെ സകല തെറ്റുകളും അങ്ങ് മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ദൃഢചിത്തത എന്നിൽ പുനഃസ്ഥാപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് നീക്കിക്കളയുകയും അരുതേ. അങ്ങയുടെ രക്ഷയാകുന്ന ആനന്ദം എനിക്ക് തിരികെ തരണമേ. ഉദാരമനസ്കത എന്നിൽ നിലനിർത്തണമേ. ദുഷ്ടന്മാരെ അങ്ങയുടെ വഴികൾ ഞാൻ പഠിപ്പിക്കും. പാപികൾ അങ്ങയുടെ അടുക്കലേക്ക് പിന്തിരിയും. ദൈവമേ, എൻ്റെ രക്ഷകനായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ നീതി ഉദ്ഘോഷിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങൾ തുറക്കണമേ. എൻ്റെ അധരങ്ങൾ അങ്ങയുടെ സ്തുതികൾ പാടും. ഹനനയാഗത്തിൽ അങ്ങ് ആനന്ദം കൊള്ളുന്നില്ല. ഹോമയാഗം ഞാൻ സമർപ്പിച്ചാൽ അങ്ങ് സ്വീകരിക്കില്ല. എൻ്റെ ദൈവമേ, തകർന്ന ഹൃദയമാണ് എൻ്റെ യാഗം. തകർന്നു മുറിഞ്ഞ ഹൃദയം അങ്ങ് നിരസിക്കുകയില്ല. ജെറുസലേമിന്റെ മതിൽ നിർമ്മിച്ച കർത്താവേ, അങ്ങയുടെ അനുഗ്രഹത്താൽ സിയോനോട് കൃപ ചെയ്യണമേ. അപ്പോൾ അങ്ങ് അർഹമായ യാഗങ്ങളും കാഴ്ചകളും ഹോമബലികളും സ്വീകരിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ ഇവർ കാളകളെ സമർപ്പിക്കും. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യതേജസ്സുകളുടെ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, തകർക്കപ്പെട്ട എൻ്റെ അസ്ഥിപഞ്ജരം സന്തോഷത്താൽ പുളകമണിയും. കർത്താവേ, അങ്ങാണ് എൻ്റെ ആത്മാവിനെ ശൂന്യതയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നത്. എൻ്റെ ആയുസ്സിൻ്റെ മധ്യാഹ്നത്തിൽ പാതാളവാതിൽക്ക് ഞാൻ എത്തിയിരിക്കുന്നു. ഇനിയുള്ള കാലമെല്ലാം ഞാൻ അവിടെയായിരിക്കും. ഞാൻ പറഞ്ഞു, ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവിനെ ഇനി ഞാൻ കാണുകയില്ല. ശാന്തമായി വസിക്കുന്ന ഒരുവനെ ഇനി ഞാൻ ഒരിക്കലും ദർശിക്കുകയില്ല. എൻ്റെ ഭവനം ഒരിടയ കൂടാരം പോലെ പൊളിച്ചു നീക്കപ്പെടുകയാണ്. നെയ്ത്തുകാരൻ്റെ ഭാവം പോലെ എൻ്റെ ആയുസ് വിച്ഛേദിക്കപ്പെട്ടു. ആദ്യം തന്നെ അവിടുന്ന് എന്നെ വെട്ടിമാറ്റി. ഒരു രാപ്പകൽ കഴിയും മുമ്പേ അങ്ങ് എനിക്ക് അന്ത്യം വരുത്തുമായിരുന്നു. പ്രഭാതം വരെ ഞാൻ പ്രത്യാശിച്ചു. അവിടെ സിംഹത്തെ പോലെ എൻ്റെ അസ്ഥികളെല്ലാം തകർത്തു. ഒരാവും പകലും കഴിയും മുമ്പേ അങ്ങ് എനിക്ക് അന്ത്യം വരുത്തുമായിരുന്നു. കുരുവിക്കുഞ്ഞിനെ പോലെ ഞാൻ ചിലച്ചു. പ്രാവിനെ പോലെ ഞാൻ കുറുകി. എൻ്റെ കണ്ണ് മേൽപോട്ട് നോക്കി ക്ഷീണിച്ചു. കർത്താവേ, ഞാൻ ഞെരുക്കപ്പെടുന്നു. അങ്ങ് എനിക്ക് ഉത്തരം നൽകണമേ. കണ്ടാലും സമാധാനത്തിൽ കൂടി എൻ്റെ കഷ്ടപ്പാട് കഠിനം. എൻ്റെ സകല പാപങ്ങളും അങ്ങയുടെ പിറകിലേക്ക് തള്ളിയതിനാൽ നാശക്കുഴിയിൽ നിന്ന് എന്നെ അങ്ങ് സ്നേഹപൂർവ്വം രക്ഷിച്ചിരിക്കുന്നു. പാതാളം അങ്ങയെ സ്തുതിക്കുന്നില്ല. മരണം അങ്ങയെ വാഴ്ത്തുന്നില്ല. കുഴിയിലേക്ക് ഇറങ്ങുന്നവർ അങ്ങയുടെ വിശ്വസ്തത പ്രത്യാശിക്കുന്നുമില്ല. ഇന്ന് ഞാൻ ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ, അതേ ജീവനുള്ളവൻ മാത്രം അങ്ങയെ സ്തുതിക്കും. പിതാവ് മക്കളെ അങ്ങയുടെ വിശ്വസ്തത അറിയിക്കും. കർത്താവേ, എന്നെ രക്ഷിക്കണമേ. കർത്താവിൻ്റെ ആലയത്തിൽ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ കീർത്തനങ്ങൾ പാടും. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യതേജസ്സുകളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങാണ് എൻ്റെ ആത്മാവിനെ ശൂന്യതയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത്. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ പാടിപ്പുകഴ്ത്തും. എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക. എൻ്റെ ജീവിതകാലമെല്ലാം കർത്താവിനെ ഞാൻ സ്തുതിക്കും. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം പാടും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്.
രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യനിൽ അഭയം തേടരുത്. ശ്വാസം പോയി കഴിയുമ്പോൾ അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു. അന്ന് അവന്റെ ലക്ഷ്യങ്ങളെല്ലാം നശിക്കും. യാക്കോബിന്റെ ദൈവം സഹായിയായിട്ടുള്ളവനും തന്റെ ദൈവമായ കർത്താവിൽ ശരണം വെക്കുന്നവനും അനുഗ്രഹീതനാണ്. അവിടുന്ന് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചു. അവിടുന്ന് എന്നേക്കും വിശ്വസ്തനാണ്. മർദ്ദിതർക്ക് അവിടുന്ന് ന്യായം പാലിച്ചു കൊടുക്കുന്നു. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നു. കർത്താവ് ബന്ധനസ്ഥരെ സ്വതന്ത്രരാക്കുന്നു. കർത്താവ് അന്ധർക്ക് കാഴ്ച നൽകുന്നു. കൂനുള്ളവരെ നിവർത്തുന്നു. നീതിമാന്മാരെ സ്നേഹിക്കുന്നു. കർത്താവ് പരദേശികളെ പാലിക്കുന്നു. അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് തകിടമറിക്കുന്നു. കർത്താവ് നിത്യമായി വാഴും. സിയോനെ നിന്റെ ദൈവം തലമുറ തോറും വാഴും. കർത്താവേ, അവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യ തേജസ് ഇവരുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ പാടിപ്പുകഴ്ത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് ശ്രവിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിച്ചതിൽ നിന്ന് ഉദ്ധാനം ചെയ്ത അങ്ങേ പുത്രനിലുള്ള ഞങ്ങളുടെ വിശ്വാസം ആഴപ്പെടുമ്പോൾ അങ്ങേ ദാസരുടെ ഉദ്ധാനത്തിലുള്ള പ്രതീക്ഷയിൽ ഞങ്ങളുടെ പ്രത്യാശയും ദൃഢീകരിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നത്തെയുമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടിടണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 6 വാക്യങ്ങൾ 51 മുതൽ 58 വരെ. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്നും ദൈവസേനയിൽ നിന്നും ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നും വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം, മനുഷ്യരുടെ കൂടെ. അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവനും ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്നും സൗജന്യമായി ഞാൻ കൊടുക്കുന്നു. വിജയം ഭരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവനെ ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നും കുറവുണ്ടാകുകയില്ല. പച്ചയായ
പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽവീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നോടിയും ദണ്ടും എനിക്ക് ഉറപ്പുവരുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നും കുറവുണ്ടാകുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അധ്യായം 14 വാക്യങ്ങൾ 1 മുതൽ 6 വരെ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങളെങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ഈ സുവിശേഷ വചനം നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യട്ടെ. തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ച സർവശക്തനായ പിതാവായ ദൈവത്തോട് ജീവിച്ചിരിക്കുന്നവരുടെയും മരണമടഞ്ഞവരുടെയും രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് വിശ്വാസപൂർവ്വം വിളിച്ചപേക്ഷിക്കാം. ക്രൈസ്തവ ജനത്തെ വിശ്വാസത്തിലും ഐക്യത്തിലും നിലനിർത്തുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനെയും യുദ്ധങ്ങളുടെ സകല തിന്മകളിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജ്ഞാനസ്നാനം വഴി ഒരിക്കൽ നിത്യജീവന്റെ ആരംഭം സ്വീകരിച്ച് മരണമടഞ്ഞ എല്ലാ സഹോദരങ്ങൾക്കും വിശുദ്ധരുടെ നിത്യസഹവാസത്തിൽ പങ്കുചേരുവാൻ തിരുവുള്ളമാക്കുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭക്തിവിശ്വാസത്തോടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് തൻ്റെ മഹത്വമാകുന്ന രാജ്യത്ത് ഒരുമിച്ച് കൂട്ടുവാൻ കഴിയണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യജീവന്റെ അപ്പമായ ക്രിസ്തുവിൻ്റെ ശരീരം ഭുജിച്ച നമ്മുടെ സഹോദരങ്ങൾ അവിടുന്ന് അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥന അങ്ങേ വിശ്വാസികളുടെ ആത്മാക്കൾക്ക് ഉപകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അങ്ങനെ അവരെല്ലാ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും അങ്ങേ പരിത്രാണത്തിൽ പങ്കാളിയായി തീരുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ കാണിക്കകൾ പ്രീതിപൂർവം തെക്കൻ പ്രാർത്ഥിക്കണമേ. അങ്ങേ പുത്രൻ്റെ മഹാകാരുണ്യത്തിൻ്റെ കുദാശയാലാണല്ലോ ഞങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നത്. അങ്ങേ മരണമടഞ്ഞ ദാസർ അവിടുത്തോടുകൂടെ മഹത്വത്തിലേക്ക് സ്വീകരിക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ഞങ്ങളെല്ലാവരും മരിക്കാതിരിക്കുവാൻ ഒരാൾ തന്നെ മരണം കൈവരിച്ചു. ഞങ്ങളെല്ലാവരും അങ്ങേക്ക് വേണ്ടി നിത്യമായി ജീവിക്കുവാൻ ഒരാൾ തന്നെ മരിക്കുവാൻ തിരുമനസ്സായി. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മനുഗണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തയോടും മറ്റെല്ലാ മെത്രാന്മാരോടും വൈദികരോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരീ സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഒരു നിമിഷം മൗനമായി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് നമ്മൾ അനുസ്മരിക്കുന്ന മരിച്ചുപോയ എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്ക് അല്പനേരം അവർക്കായി പ്രാർത്ഥിക്കാം. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും
ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായ നിർഭയം നമുക്ക് ഏറ്റുപാടാം. ഞങ്ങളെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ ഭാഗത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ചരിച്ചാൽ മാത്രം മതി. എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
ഈശോയിൽ വാത്സല്യമുള്ളവർ, ഇന്ന് പരേതരുടെ അനുസ്മരണ ദിവസമാണ്. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും മരിച്ചുപോയ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസം മാത്രമല്ല, നമ്മുടെ ജീവിതകാലം മുഴുവൻ അവരോടുള്ള നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും ഇന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമുക്ക് ഇവിടെ വന്ന് ദീപബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട ജിൻസൺ ഓസിഡി അച്ഛനാണ്. അച്ഛൻ നമ്മുടെ ഇടവകയുടെ പേരിൽ എല്ലാവിധത്തിലുള്ള നന്മയും എല്ലാവിധത്തിലുള്ള നന്ദിയും പ്രാർത്ഥനകളും നേരുന്നു. ഇന്നത്തെ കുർബാനയ്ക്ക് ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘത്തിനും മറ്റ് ശുശ്രൂഷകളൊക്കെ നിർവഹിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഒപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദീപബലിക്ക് ശേഷം നമ്മൾ ദേവാലയത്തിൽ തന്നെ 3 ഒപ്പീസ് ചെല്ലുന്നതാണ്. അതിനുശേഷം നമ്മൾ സെമിത്തേരിയിലേക്ക് പോകും. സെമിത്തേരിയിൽ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ 2 വൈദികർ 2 ഭാഗത്ത് നിന്നായി, അതായത് നമ്മൾ സെമിത്തേരിയിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഇടതുവശത്ത്, അതായത് ഇങ്ങേ അറ്റത്ത് നിന്ന് ഒരു വൈദികൻ ആരംഭിക്കും, നടുഭാഗത്ത് നിന്ന് മറ്റൊരു വൈദികൻ ഒപ്പീസ് ആരംഭിച്ച് വലത്തോട്ടായിരിക്കും ഒപ്പീസ് ചെല്ലുക. ഓരോ നിരയിലും മുകളിൽ നിന്ന് താഴോട്ടാണ് ഒപ്പീസ് ചെല്ലുന്നത്. ഈ ക്രമം ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും സാധിക്കുന്ന രീതിയിൽ ഒപ്പീസിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അതായത് കുഴികളിലെ ഒപ്പീസ് ചെയ്ത് കഴിയുമ്പോൾ സാധിക്കുന്നവർ അവിടെ നിന്ന് പോരുന്നത് നല്ലതാണ്. മറ്റുള്ളവർക്ക് അതിൽ സംബന്ധിക്കാനുള്ള സൗകര്യം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ അവിടെ നിൽക്കുമ്പോൾ കൂട്ടം കൂടി നിൽക്കാതിരിക്കുക. അധികം തിക്കും തിരക്കും ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം, സാമൂഹികമായ അകലം പാലിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പം അതനുസരിച്ച് എല്ലാവരും സെമിത്തേരിയിലെ കർമ്മങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് അണയുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ 2-ാം തീയതി സകല മരിച്ചവരെ നമ്മൾ പ്രത്യേകമായി ഓർക്കുന്ന ദിവസമാണ്. നാളെ രാവിലെ 6 മണിക്കും 6:30 കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഇന്ന് വരാൻ സാധിക്കാത്തവർക്ക് നാളെ ജൂബിലിക്ക് വരാനുള്ള സൗകര്യം ഒരുക്കുക. നാളെയും ക്രമമുണ്ട്. പരമാവധി 20 പേർക്കാണ് ജൂബിലിൽ സംബന്ധിക്കാവുന്നത്. എങ്കിലും 6 മണിക്കും 6:30 താല്പര്യമുള്ളവർക്ക് കുർബാനയ്ക്ക് വരാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കുടുംബാംഗങ്ങൾ അറിയിക്കുക. അതുകൊണ്ട് എല്ലാവരെയും പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകളിലേക്ക് ഒരിക്കൽ ക്ഷണിക്കുന്നു. എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥത വഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സമാപന പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവരുൾ ചെയ്യുന്നു, ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല. കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിക്കുകയും അവർക്ക് രക്ഷ പ്രദാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ ശത്രുക്കളിലും നമ്മെ വെറുക്കുന്നതിൽ നിന്ന് നമ്മെ രക്ഷിക്കുമെന്നും നമ്മുടെ പിതാക്കന്മാരോട് കാരുണ്യം കാണിക്കുമെന്നും തൻ്റെ വിശുദ്ധ വാഗ്ദാനം അനുസ്മരിക്കുമെന്നും തൻ്റെ വിശുദ്ധരായ പ്രവാചകന്മാരുടെ അധരങ്ങൾ വഴി ആദ്യം മുതൽക്കേ അവിടുന്ന് അരുൾ ചെയ്തതനുസരിച്ച് തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന് പ്രബലനായ രക്ഷകൻ വന്നിരിക്കുന്നു. നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ട ശേഷം ആയുഷ്കാലം മുഴുവൻ അവിടുത്തെ തിരുമുൻപിൽ വിശുദ്ധിയോടും നീതിയോടും കൂടെ നിർഭയം ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് കൃപയറിയണമെന്ന് നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദാനം അവിടുന്ന് നിറവേറ്റിയിരിക്കുന്നു. കുഞ്ഞെ, അത്യന്ത പ്രവാസികളിൽ നിന്ന് നീ വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കുവാൻ നീ അവിടുത്തെ മുൻപേ പോകും. പാപമോചനം വഴിയുള്ള രക്ഷ നീ നിന്റെ ജനത്തെ അറിയിക്കും. അന്ധകാരത്തിലും മരണത്തിന് നിഴലിലിരിക്കുന്നവർക്ക് പ്രകാശം വീശി സമാധാന പാതകൾ സുരക്ഷിതമായി നയിക്കാൻ ഉന്നതത്തിൽ നിന്ന് ഉഷസ് ഞങ്ങളെ സന്ദർശിച്ചത് കർത്താവിൻ്റെ സ്നേഹകാരുണ്യത്താലത്രേ. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. തേജസ്സുകളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കർത്താവ് അരുൾ ചെയ്യുന്നു, ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, അങ്ങേ മരണമടഞ്ഞ ദാസർക്ക് വേണ്ടി പെസഹാരഹസ്യം ഞങ്ങൾ അനുഷ്ഠിച്ചുവല്ലോ. പ്രകാശത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മന്ദിരത്തിലേക്ക് അവർ കടന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടിരണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു സ്ഥാപിച്ച സഭയെ സേവിച്ച് കടന്നുപോയ എല്ലാ മാർപ്പാപ്പന്മാരെയും കർത്തരാന്മാരെയും മെത്രാന്മാരെയും പ്രത്യേകമായി ഞങ്ങളുടെ തിരുവതിയിൽ സേവനം ചെയ്ത് കടന്നുപോയ എല്ലാ മെത്രാന്മാരെയും വൈദികരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവ സമൂഹത്തിൽ സേവനം ചെയ്തു പോയ എല്ലാ വൈദികരെയും സന്യസ്തരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സഭയിലെ നിസ്തുലമായ സേവനം നിർവഹിച്ച അവരെ യഥാർത്ഥമായ അങ്ങയുടെ സഹവാസത്തിലേക്ക് സ്വീകരിക്കുവാൻ കഴിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ കനിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും മരിച്ചുപോയ എല്ലാവരെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു. ഈ ലോകത്ത് അങ്ങ് നൽകിയ കുടുംബത്തോടും സഹോദരങ്ങളോടും മഹത്വ ജീവിതം നയിച്ചുകൊണ്ട് അങ്ങയുടെ തിരുമുമ്പിൽ വിശ്വസ്തയോടെ ജീവൻ നിർവഹിച്ച അവരെ തൃക്കൺ പാർക്കുകയും അങ്ങ് വാഗ്ദാനം ചെയ്ത നിത്യഭാഗ്യത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവേ കനിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കനിവാർന്ന് എല്ലാ പാപങ്ങൾക്കും മാപ്പ് കൊടുക്കുകയും എല്ലാ മനുഷ്യരുടെ നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാത്ത എല്ലാ സഹോദരങ്ങളെയും, ഈ ലോകത്ത് ഉദരത്തിൽ മരിച്ചുപോയ എല്ലാ കുഞ്ഞുങ്ങളെയും, അനാഥരായും
വൃദ്ധരായി മരണമടഞ്ഞ എല്ലാവരെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. അങ്ങയുടെ വൈദ്യമയാൽ കരുണയാൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയാൽ നിത്യവിശ്രാന്തി പ്രാപിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. പ്രിയമുള്ളവരെ, നമുക്ക് സെമിത്തേരിയിലേക്ക് പോയി ബാക്കിയുള്ള ഒഫീസ് നമുക്കവിടെ നിർവഹിക്കാവുന്നതാണ്. ഓരോ കുഴിയിലും ഓരോ ഒഫീസ് വീതം മാത്രമേ ചെല്ലുകയുള്ളൂ എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു.